ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുമ്മി തുമ്മി എൻ്റെ ജോലികളൊക്കെ തീർത്തൊരു ദിവസമാണിത്. ഇന്ന് ഏട്ടനും ഫ്രണ്ട്സും ഒക്കെ കൂടി അടിമാലി മൂന്നാർ ഭാഗത്തേക്ക് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസം രാത്രി വരെ, അതായത് ഓഗസ്റ്റ് 2, 3 തീയതികളിൽ ഇവിടുത്തെ ജോർജ് കുട്ടി അടിമാലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കിച്ചണിൽ വന്നു. എനിക്ക് ചെറിയൊരു തൊണ്ടവേദന പോലെ തോന്നി. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ബലം പിടിച്ച് തുമ്മിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാമെന്ന് കരുതി. നമ്മൾ NT സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണിലേക്ക് എടുത്ത് വെച്ചതാണ്. കയ്യിൽ ഉണ്ണീശോനെ പിടിച്ചിട്ടുള്ള മാതാവിൻ്റെ രൂപം കേട്ടോ. 1-2 പേര് എന്നോട് ചോദിച്ചു, കിച്ചണിൽ വെക്കാമോ മാതാവിനെ എന്ന്. എനിക്കതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത് വെച്ച ശേഷം 1-2 വട്ടം നമ്മൾ ക്രിസ്ത്യൻസ് വീട് വെഞ്ചിരിക്കുമല്ലോ, ബ്ലെസ് ചെയ്യിക്കുമല്ലോ. അപ്പോൾ അച്ഛന്മാരൊക്കെ വന്നു പോയപ്പോൾ കണ്ടതാണ്. അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ. പിന്നെ മനുവേട്ടൻ്റെ ഒരു ഫ്രണ്ട്, ഒരു അച്ഛനുണ്ട്. ആ പുള്ളിക്കാരനാണെങ്കിലും നമ്മളോട് പറയും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ. വെള്ളത്തിന് ഇത്തിരി ചൂട് കൂടിപ്പോയിട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പയ്യെ പയ്യെ കുടിക്കാമെന്ന് കരുതി. ചൂടുവെള്ളം കുടിച്ചപ്പോഴേക്കും തൊണ്ടവേദനയൊക്കെ പോയി. അപ്പോൾ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. മനുവേട്ടൻ ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ, കവർ പൊട്ടിപ്പോയ കൂട്ടത്തിൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ശരിയാക്കണം. അതൊക്കെ ശരിയാക്കി കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ശരിയാക്കണം. അപ്പോൾ ജോക്കൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ക്ലാസ് ഇല്ലാത്ത ദിവസം നേരത്തെ എഴുന്നേറ്റ് വരും. നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയാണോ? എൻ്റെ മക്കൾ രണ്ടുപേരും ക്ലാസ് ഇല്ലയോ നേരത്തെ എഴുന്നേറ്റ് വരും. വെറുതെ അടുക്കളയിൽ തട്ടും മുട്ടും കേട്ടാൽ മതി, അപ്പോൾ അടുക്കളയുടെ വാതിക്കലുണ്ടാവും. ഭയങ്കര ക്ഷീണമാണ്. രാത്രി എവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്നതാണെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ മീൻകറി ചൂടാക്കി വെക്കുകയാണ്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടാണ്. കാരണം ജോക്കുട്ടൻ ഇതേവരെ കുറ്റിപ്പുട്ട് കണ്ടിട്ടില്ല. അതായത് നമ്മുടെ കുറ്റിക്കകത്ത് നമ്മൾ വെക്കുന്ന പുട്ടില്ല, നമ്മുടെ പണ്ടത്തെ പുട്ട്, അത് കണ്ടിട്ടില്ല. ഞാൻ മുളം കുറ്റിയൊക്കെ മേടിച്ചു വെച്ചെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു ഫോമിൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ പുട്ട് ഉണ്ടാക്കുകയാണ്. ഈ പുട്ടുണ്ടാക്കുന്നത് ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട്. 1 കപ്പ് ചോറ്, 1 കപ്പ് ഗോതമ്പ് പൊടി, അത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. പക്ഷേ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് പൾസ് ചെയ്തെടുക്കുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ബേസിലിട്ട് ചോറും ഗോതമ്പിൻ്റെ പൊടി നന്നായിട്ട് ഇച്ചിരി ഉപ്പും കൂട്ടി തിരുമ്മി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക്, നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ശരിയാക്കി കൊണ്ടുവന്നു കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് 2-3 വട്ടം ഇട്ടിട്ട് പൾസ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ശരിക്കും നമ്മൾ പുട്ടിൻ്റെ പൊടിയുടെ നനവ് കൂടിപ്പോയിട്ട് പലവട്ടം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ടിപ്പ്. എനിക്ക് വേറൊരു ചാനലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാൻ അങ്ങനെ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. വൈകിട്ട് വരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. കൈയോടെ തന്നെ പാക്കറ്റൊക്കെ അങ്ങ് മടക്കി വെച്ച് പൊടിയൊക്കെ വീണ സ്ഥലം ഒന്ന് അങ്ങ് തൂത്ത് മെനയാക്കി ഇടാം. നമ്മൾ എത്ര പൊടി താഴെ വീഴണ്ടെന്ന് വിചാരിച്ചാലും നമ്മളിങ്ങനെ എടുത്തും പിടിച്ചൊക്കെ വരുമ്പോഴത്തേനും കുറേയൊക്കെ താഴെ വീഴും കേട്ടോ. ഞാൻ ഈ കലക്കി കറക്കി ഒഴിക്കുന്നത് നമ്മുടെ ഫിനോയിലില്ലേ, സാൻഡലിൻ്റെ ഫിനോയിലും അതേപോലെ നമ്മുടെ ലിക്വിഡ് സോപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും പിന്നെ വെള്ളവും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സാണ്. നമ്മുടെ വീട്ടിൻ്റെ അകത്തേ ഈച്ച വരുന്നു അധികമായിട്ട്. ഈച്ച എന്ന് പറഞ്ഞാൽ പൊടി ഈച്ചയില്ലേ, കണ്ണീച്ച, അത് വരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ തേങ്ങ ചിരണ്ടി തരുന്ന ആളെത്തിയിട്ടുണ്ട്. ട്രിപ്പ് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പറയണ കാര്യങ്ങളൊക്കെ ചടപടി എന്ന് പറഞ്ഞ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിലൊന്ന് പോകണം, കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സൊക്കെ വരുന്നതിന് ഒപ്പാടെ തന്നെ എല്ലാം ചെയ്തിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കറിക്കും കാര്യങ്ങൾക്കും ഒക്കെ മേടിച്ച് തന്നിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ കുറച്ച് ചിരണ്ടിച്ച് വെക്കുകയാണ്. കുറേ വേണ്ട, നമുക്ക് പുട്ടിനുള്ളത് മതി. പിന്നെ ഉച്ചയ്ക്ക് വല്ല ചമ്മന്തി അരയ്ക്കണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് ഓർത്തു. ചമ്മന്തിയൊന്നും അരച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്നോട് അന്നമ്മ പറയും, ഈ വാവ വയറ്റി കിടന്ന് ഏറ്റവും കൂടുതൽ കേൾക്കണത് ഒന്നെങ്കിൽ അമ്മ പാത്രം കഴുകുന്നത്, അല്ലെങ്കിൽ അമ്മ പച്ചക്കറി അരിയണ സൗണ്ട്, അല്ലെങ്കിൽ അമ്മ ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കുന്ന സൗണ്ടായിരിക്കും വാവ. ഞാൻ പറഞ്ഞു, വാവ മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുകയെന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ കുറ്റി ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ലുലുവിൽ പോയപ്പോൾ മേടിച്ചതാണ്. കുറേ നാളായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഞാൻ അവസാനമാണ് പൊളിച്ച് കളഞ്ഞേട്ടോ. കാരണം നമ്മൾ ഇപ്പം തന്നെ വലിച്ച് പൊളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വൃത്തിയായിട്ടൊരു പാട് വീഴും. അതായത് ഒരു മെനയില്ലാത്ത രീതിയിൽ ഒരു വെള്ള കളറിലൊരു സ്റ്റിക്കർ ബാക്കി അതിലിങ്ങനെ ഒട്ടി നിൽക്കും. ഇത് നമ്മൾ കുക്കറിൽ തന്നെ
വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. അങ്ങനത്തെയാണ് മേടിച്ചത്. നമ്മൾ കുടത്തിൻ്റെ മീതെ വെച്ചിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പം അങ്ങനെതാ ഞാൻ പുട്ടിൻ്റെ കുറേ നാളായിട്ട് കുറ്റിപ്പുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ. അപ്പോൾ അങ്ങനെതാ പുട്ട്, പീര, പൊടി ഇതെല്ലാം കൂടി പുട്ടിൻ്റെ പരുവത്തിലേക്ക് ഞാൻ എന്താ കുറ്റിയിലേക്ക് തള്ളി ഇറക്കുന്നുണ്ട്. ആദ്യം ഒരു ടെൻഷനായിരുന്നു, ശരിയാകുമോ, ആവി വരുമോ. നമ്മുടെ കുക്കർ ഇച്ചിരി ഡേഞ്ചറാണല്ലോ. മറ്റേ ചില്ലിൻ്റെ അല്ലല്ലോടാ, അച്ചുപുട്ട് വെക്കില്ലേ നമ്മൾ, ഈ ചിരട്ടപ്പുട്ടിൻ്റെ അച്ച് വെക്കില്ല. അപ്പോൾ എപ്പോഴും പലപ്പോഴും ഇങ്ങനെ അങ്ങ് പ്രഷറിൽ തെറിക്കാറുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര പേടിയായിരുന്നു. ആദ്യം ഇങ്ങനെ സൈഡിൽ കൂടിയൊക്കെ ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി തീർന്നു, വെറുതെ എൻ്റെ കാശ് കളഞ്ഞു എന്നൊക്കെ ഞാൻ ഓർത്തു. പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ഒന്ന് വെച്ചു. ഒരു 5 മിനിറ്റും കഴിഞ്ഞപ്പോഴത്തേനും നല്ല തീവണ്ടി പുക വരുന്ന പോലെ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണില്ലേ, അതേപോലെ നല്ല അസലായിട്ട് ആവി വരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് ജോക്കുട്ടനാണ് കേട്ടോ. അവൻ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആവിയൊക്കെ വരുന്ന പുട്ട് അവൻ കാണുന്നത്. പക്ഷെ അവൻ പറയുന്നത് അവൻ ഏതോ ഹോട്ടലിൽ പോയപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന റൂമിൽ അവൻ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അവൻ്റെ വർത്താനം കേൾക്കാം. പുട്ട് കുറ്റി കാണണേ, ഐസ്ക്രീം, പുട്ട് ഐസ്ക്രീമിന്റെ അല്ലേ? അല്ല, പുട്ട് ഇങ്ങനെ വന്നത് ആദ്യമായിട്ട് കാണണല്ലേ? 3 പുക. 3 പുക കണ്ടിട്ടുണ്ട്. ദേട്ടെ അങ്ങനെ അവൻ പുട്ട് കണ്ട കഥയും പുട്ട് ഇപ്പം ഇവിടെ ആദ്യമായിട്ട് കാണുന്ന കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പുട്ട് ഐസ്ക്രീമിൻ്റെ കുറ്റിയാണ് അവൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇപ്പം അന്ന ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അന്ന വീട്ടിലേക്ക് അന്നത് ശ്രദ്ധിക്കും. പക്ഷേ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവനിതിങ്ങനെ എന്താ അമ്മ ഇവിടെ എന്താ ചെയ്യണേ, തള്ളാൻ പോകുന്നു. ഞാനൊക്കെ എൻ്റെ ഈ പ്രായത്തിൽ ഇങ്ങനെ തള്ളണം എനിക്ക് വലിയ കൗതുകമൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇവൻ കാണും. ഇവനിങ്ങനെ കണ്ണ് തുറച്ച് ഇങ്ങനെ അയ്യടാ എന്നൊക്കെ പറഞ്ഞിരിക്കുക. പുട്ട് തള്ളുന്നത് കണ്ടിട്ട് വാവളിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്, അതായിരിക്കുന്നു. അപ്പം അങ്ങനെതാ ഗോതമ്പിൻ്റെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പീരയൊക്കെ ഇടുന്നത് ഇപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരിടക്ക് പീര ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പം ഞാൻ ദാ അടുത്ത കുറ്റിയും വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ് വെച്ചത്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള ചായ കൂടിയൊന്നുമില്ല. ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. രാത്രി തീരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഞാൻ രാവിലെ ഒരു എണീക്കുമ്പോൾ നമുക്കൊന്ന് ഉഷാറ് വേണമല്ലോ, അപ്പോൾ 1/2 ഗ്ലാസ് ചായ കുടിക്കും. പിന്നെ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങും കേട്ടോ. എനിക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഒന്ന് ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങും. നേരത്തെ ഉച്ചയുറക്കമൊക്കെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്. കാരണം രാത്രി അങ്ങ് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ മോൾക്ക് പഴം വേണ്ട, അവൾക്ക് തലേ ദിവസത്തെ ആ മീൻ കറിയുടെ ചാറ് മതി. അപ്പം ഞാൻ മറ്റേ ഒരു റീല് കണ്ടത് ഓർത്തു. നമ്മുടെ നമിത പ്രമോദ് പറയില്ലേ, ഗോതമ്പ് പുട്ടിൻ്റെ മീതെ ഇങ്ങനെ മീൻചാറൊക്കെ വെച്ചിട്ട് അടിപൊളിയാന്ന്. അപ്പോൾ ഇതാ അങ്ങനെ ഗോതമ്പ് പുട്ടിൻ്റെ മീതെ മീൻചാറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ പഴമാണ് ഇഷ്ടം. പുട്ടും മീൻകറി അടിപൊളിയാണ്, പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ കൂടെ പഴം കഴിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുകയാണ്. ഏട്ടൻ പോയിട്ടോ. ഏട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോയി. ഇനി വന്ന ശേഷം വേണം, ഉച്ചയ്ക്ക് എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് എല്ലാം വന്ന ശേഷം വേണം പോകാനായിട്ട്. അപ്പം ഞാൻ ഒരു വായിൽ വെച്ച് കൊടുത്തു. ഇവനൊരു സ്റ്റാർട്ടിങ് ഡബിളുണ്ട്, അതങ്ങ് തള്ളി വായിലോട്ട് വെച്ച് കൊടുത്താലേ അങ്ങ് മാറുള്ളൂ. എൻ്റെ മോൾക്ക് പിന്നെ ഇച്ചിരി എരിവും പുളിയൊക്കെയാണ് ഇഷ്ടം. പക്ഷേ പുളി അധികം കൊടുക്കാൻ അവൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതാ ട്യൂഷൻ്റെ സമയത്തുള്ള അംഗമാണ്. എനിക്കൊരു കൊറിയർ വന്നു മീഷോയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കോമള എന്ന് പറയുന്ന ബബിൾ റാപ്പോ അതുണ്ടാവുമല്ലോ, അത് കണ്ട് ഇവറ്റുകൾ ഇടി പിടിക്കുന്ന കണ്ടിട്ട് ട്യൂഷന് കുറച്ച് പിള്ളേരെ വന്നിട്ടുള്ളൂ. കുറേ പേര് അവധിയാണ്, എക്കത്തിനും പനിയാണ്. അപ്പോൾ ഇതാ അങ്ങനെ സ്ട്രോയാണ്. അപ്പോൾ ഒരാളിതാ വൈകിയ വരുന്നത്. എന്താണ് കാര്യം? കളിക്കാൻ പോയേക്കണം. നീ ഇപ്പം കരയോല ഇരിക്കണ. അമ്മ ജോലിക്ക് പോയാ? ട്യൂഷൻ വൈകിട്ട് എടുക്കുന്നതാണ് വീട്ടുകാരൊക്കെ ഓർത്തിരുന്നത്. പക്ഷെ ഞാനിത് ഏട്ടനെ നേരത്തെ വിടണം, വൈകിട്ടാകുമ്പോൾ എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ മോൾക്ക് പള്ളിയിൽ പോകണം, ഡാൻസ് ക്ലാസ്സിൽ പോകണം, അതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്താ ട്യൂഷൻ രാവിലെ തന്നെ എടുത്തു. അപ്പോൾ പാരൻസ് മെസ്സേജ് നോക്കാൻ വൈകിട്ടുണ്ട്. പിന്നെ 3-4 പേർക്ക് പനിയാണ്. അങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളൊക്കെ വന്നിട്ടോ. അപ്പോൾ ഇതാ പപ്പ പോണേന് ഉപ്പാട്
ഇവിടെ പോയിട്ട് വന്നിട്ട് വേഗം കുളിക്കുകയാണ്. ചേട്ടൻ പോയി, ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉച്ചക്കത്തെ ഫുഡൊന്നും മീൻകറിയും ചോറൊക്കെ തന്നെ ആയിരുന്നു, ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ മോളതാ 5 മണിയായപ്പോഴത്തേനും കുമ്പസാരിപ്പിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ. പോയി കുമ്പസാരിച്ചിട്ട് വന്നു. അപ്പം ഞാൻ അവളെ ആക്കി, അവളുടെ ഫ്രണ്ട് വന്നു, വഴിയിൽ വന്ന് നിന്നു. അപ്പോൾ അവളും ഇവളും കൂടി 2 പേരും കൂടി കുമ്പസാരിക്കാൻ പോയിട്ടൊരു 5:45 6 മണി ആകുമ്പോഴേക്കൊക്കെ എത്തും പിള്ളേർ. അപ്പോൾ അതാ ഈ സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ നമ്മുടെ വഴി കൂടി പോകുന്ന സമയമാണ് കേട്ടോ. 2-3 പേരെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാതിക്കെ വന്ന് വായി നോക്കി നിന്നാൽ മതി. ഇഷ്ടംപോലെ ആൾക്കാർ ഈ സമയത്ത് പോകുന്നതാണ്. അപ്പം ഞാൻ എന്താ ഇങ്ങനെ വന്നിട്ട് ജനലെല്ലാം അടച്ചു. അധികം ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി കൊതുക് പെരക്കകത്തേക്ക് കയറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ആ ഒരു നേരത്തുള്ളൂ, ഒരു 6 മണി 7 മണി അതിൻ്റെ ഇടയ്ക്കുള്ളൂ. ഇപ്പോൾ ട്യൂഷൻ നടക്കുന്ന സമയത്ത് പലപ്പോഴും പറ്റാറില്ല. അപ്പം ഞാൻ ഗുഡ് നൈറ്റ് ഓണാക്കി ഇടും. അങ്ങനെ ഞാൻ എന്താ എനിക്ക് ഉച്ചയ്ക്കൊരു ഇച്ചിരി നേരം ഒന്ന് ഞാൻ കിടന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കച്ചടവങ്ങ് മാറുന്നില്ല. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ വേഗം ഇട്ട് കുടിച്ചിട്ടോ. എന്നിട്ട് കുറച്ച് നേരം TV എല്ലാം കണ്ടു. അങ്ങനെ ഇരിക്കുകയാണ്. ജോക്കുട്ടൻ നല്ല ഉറക്കമാണ്. ഒരു 6 മണിക്ക് മുന്നേ തന്നെ, 6 മണിക്ക് മുന്നേ അല്ല, ഒരു 5:45 ആയപ്പോൾ തന്നെ എൻ്റെ മോള് വന്നു. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ തലോണിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കണത് തന്നെ. കുറേ നേരം ഇരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. പണിയെടുത്ത് നടക്കുമ്പോൾ വിഷമമില്ല കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു തലോണിയിൽ ഇരിക്കണം, അപ്പോഴേ മാറുള്ളൂ. പിന്നെ തലോണിയിൽ ഞാൻ 3 പുതിയ തലോണി വരെ, ഞാൻ 3 അല്ല 4 പുതിയ പില്ലോ ഞാൻ മേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അതിലിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിലൊക്കെയാണ് ഇപ്പോൾ ഇരുന്നും ഇതൊക്കെ ചെയ്യുന്നത്. പെയിൻ വരുമ്പോൾ മാത്രം, അല്ലാത്തപ്പോൾ ഇരിക്കാറില്ല. അല്ലാത്തപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കില്ലല്ലോ അതിനെപ്പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ. ടിപ്പ് പറഞ്ഞു തന്ന എല്ലാവർക്കും 1000 നന്ദി. അപ്പോൾ അതാ ഒരു 5:45 കഴിഞ്ഞപ്പോഴത്തേനും അന്നക്കുട്ടി എത്തി. ജോക്കൂട്ടിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കിളി പോയ അവസ്ഥയിൽ എന്തൊക്കെയോ അവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ജ്യൂസ് അടിച്ച് തരട്ടെ, എന്തായാലും സ്ട്രോ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ഈ സ്ട്രോയിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ഇതിന് അധികം പൈസ ഇല്ല. 79 രൂപ, 69 രൂപ, 89 രൂപ, ഈ ഒരു റേറ്റിലാണ് നമുക്ക് മീഷോയിൽ ഇത് കിടക്കുന്നത്. ഞാൻ മേടിച്ചത് 79 രൂപയുടെയാണ്. അപ്പം ഞാൻ എന്താ അങ്ങനെ ഒരു മാങ്ങ എടുത്ത്, ഒരു മാങ്ങ മതി, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, കുറച്ച് കട്ടിക്കങ്ങ് ജ്യൂസ് അടിച്ചാൽ കറക്റ്റ് 3 പേർക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇതിൽ സ്ട്രോ ഇങ്ങനെ ഞാൻ മേടിക്കാൻ കാരണം, നമ്മൾ വല്ല കരിക്കോ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ വൊമിറ്റിങ് കാരണം മേടിക്കുമ്പോൾ സ്ട്രോ കിട്ടുമല്ലോ. അപ്പം ഈ സ്ട്രോ ഈ പിള്ളേർ കഴുകിയിട്ട് എടുത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേനും, കുടിക്കാൻ പറ്റുന്നത് ഉണ്ടാക്കുമ്പോഴത്തേനും ഇവർ ആ സ്ട്രോ യൂസ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അഴുക്കുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല. അപ്പം ഞാൻ കരുതി എന്തായാലും ഒരു സ്ട്രോ മേടിക്കാം. ഞാനിങ്ങനെ പല റീൽസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രോ. അപ്പം നമുക്കിങ്ങനെ ഡയറക്റ്റ് നീളത്തിലുള്ള സ്ട്രോയും കിട്ടും, കുറച്ച് ഇങ്ങനെ ബെൻഡായിട്ടുള്ള സ്ട്രോയും കിട്ടും. ഈ സ്ട്രോ കഴുകാനുള്ളൊരു കുഞ്ഞു ബ്രഷും അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി പാലൊക്കെ ബൂസ്റ്റ് ഇട്ട് കൊടുത്താലും പെട്ടെന്ന് കുടിക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്ട്രോയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇൻട്രസ്റ്റിൽ കുടിച്ചോളും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത്. കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും, അപ്പം നിങ്ങൾക്ക് അമ്മമാർക്ക് അറിയാമല്ലോ, സ്ട്രോയും ടിഷ്യൂ പേപ്പറൊക്കെ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ഇത് ഇതേപോലെ 2 ബെൻഡായിട്ടുള്ളതും 2 സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മാങ്ങ 3 പേർക്കുള്ള കറക്റ്റ് ആ ഗ്ലാസ്സിലുള്ള അളവായിരിക്കും. അപ്പോൾ അന്നമ്മ പറയാം, എൻ്റെ അമ്മ എന്താ ആളെന്ന് കുറിച്ചിട്ടാണ് അമ്മ. ഞാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ നിത്യാഭ്യാസി ആനയെ ചുമക്കുമെന്ന് പറയണ പോലെയാണ്. നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ അറിയാം, ഇത്ര അടിച്ച് ഇത്ര ഉണ്ടാവും എന്നൊക്കെ അറിയാം. പിന്നെ അങ്ങ് പറ്റില്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കും, ടാങ്കിലും പ്യൂരിഫയറിലും വെള്ളമല്ലേ കിടക്കണേ, പിന്നെ എന്ത് നോക്കാൻ. അപ്പം ഞാൻ അങ്ങനെ സ്ട്രോയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവന് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രോ മതി എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അവന് പറഞ്ഞു ഒരു സുഖമില്ലമ്മ, എനിക്ക് മറ്റേത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അവന് കൊടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ മധുരം കഴിക്കുമ്പോഴത്തേനും എനിക്ക് വയറ്റിൽ നല്ലോണം മൂവ്മെൻറ്റ്സ് തോന്നുന്നുണ്ട് കുഞ്ഞിൻ്റെ, മധുരം ഉള്ളിൽ ചെല്ലുമ്പോൾ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു വാവ അനങ്ങുന്നുണ്ടോ. ചെറിയ രീതിയിൽ എനിക്ക് മൂവ്മെൻറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മധുരം കഴിക്കുമ്പോൾ, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പയ്യെ ആൾ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 5ാം മാസത്തെ സ്കാനിങ്ങിന് പോകുമ്പോൾ അറിയാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിൽ അറ്റം വരെ അത് എത്തും കേട്ടോ. നന്നായിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ബെൻഡാവുന്ന രീതിയിലുള്ളൊരു ബ്രഷാണത്. നമുക്കിത്
വളരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കരുതി ഒരു ചിക്കൻ ബിരിയാണി വെക്കാം. വലിയ ഗംഭീര ബിരിയാണിയല്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് നമ്മുടെ ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്ര ഇട്ടിട്ട് അവിടെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റ് മതി. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് വലിയൊരു കുറേ നേരം 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. പക്ഷെ ഞാനിത് അത്ര നേരമൊന്നും വെക്കുന്നില്ല. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് തോന്നിയപ്പോഴത്തേനും കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഉപ്പൊക്കെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചിക്കനും ഒക്കെ നമുക്കിപ്പം എണ്ണയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ആ ഓയിലാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ കരുതി നമ്മുടെ കശുവണ്ടി, കിസ്മിസ് അതെല്ലാം വറുത്ത് മാറ്റാം. പലരും നെയ്യിലാണ് വറുക്കുന്നത്. നെയ്യിൽ വറുത്താലും അടിപൊളിയാണ്, ടേസ്റ്റാണ്. പക്ഷെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് വറുത്തത്. ആദ്യം കശുവണ്ടി ഇട്ട്, കശുവണ്ടി ഒന്ന് പയ്യൊന്ന് ഒരു ബ്രൗൺ കളറിൽ വരുമ്പോഴാണ് ഞാൻ മുന്തിരി ഇടുന്നത്. എൻ്റെ അമ്മയൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ ഒന്നിച്ചിടുമായിരുന്നു ആദ്യം. പിന്നെ എവിടെയോ ഒരു കാറ്ററിങ്ങിൻ്റെ ഇതിന് തലേ ദിവസം ഫുഡ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ വരുമല്ലോ, നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വരില്ലേ പരിപാടിക്കൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് അമ്മ മനസ്സിലാക്കിയത് ഒന്നിച്ചിട്ട മുന്തിരി നല്ല കരിക്കഷ്ണം പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് അമ്മ ആദ്യം കശുവണ്ടി ഒന്നിട്ട് മൂപ്പിക്കും, അത് കഴിഞ്ഞ ശേഷമാണ് ഉണക്കമുന്തിരി ഇടുക. അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്യുമ്പോൾ ആദ്യം ചെയ്തതെന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കില്ല എന്താ അമ്മ ഇങ്ങനെ ചെയ്യണം. അപ്പം ഞാനിങ്ങനെ കണ്ടു പോന്ന, അപ്പോൾ അതാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാനും അതിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ ഇപ്പോൾ പല ചാനലുകളും കാണിക്കുന്നുണ്ട്. ചാനലുകളിൽ കാണിക്കുമ്പോൾ ഞാൻ ഓർക്കേ എൻ്റെ അമ്മ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ പാചകത്തിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകർന്നു കൊടുത്ത് ഇല്ലേ, ആ ഒരു രുചിയുടെ ഒരു ഗുണം നാവിൽ നിന്ന് നാവിലേക്കെന്ന് പറയുന്ന പോലെയല്ലേ. അപ്പോൾ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ സവാളയും വറുത്ത് മാറ്റി അതിൽ തന്നെ നമ്മൾ ചിക്കനും ഒക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം വയറ് വരും തോറും ശ്വാസം എടുക്കാനൊക്കെ കുറച്ച് പാടുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ മണി എന്നൊന്നും പറയാനങ്ങ് പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ബ്രീത്തിൻ്റെ വയറ് വരും തോറും നമ്മൾ കുറേ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടില്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് ഷോർട്സിലൊക്കെ ഞാൻ മാക്സിമം പാട്ടിട്ടിട്ട് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറേ വാർത്തകൾ പറഞ്ഞിട്ടാണല്ലോ ഷോർട്സ് ഇടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, പക്ഷെ എന്നാലും ഞാൻ പാട്ടാണ് കൂടുതലിടുന്നത്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ വറുത്ത് വരട്ടെ. അപ്പോൾ നമുക്കിവിടെ ബിരിയാണി അരി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ രണ്ടുപേരോടും പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിരുന്നോ. ഇത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥന എത്തിച്ചിട്ട് ഫുഡ് കഴിക്കാം. ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ടോ. അപ്പോൾ ഞാൻ എന്താ പട്ട, കറിയാമ്പൂ, ഏലയ്ക്ക, പിന്നെ ഒരു ബേ ലീഫ് ഇങ്ങനെ കീറിയിട്ടു. നമ്മൾ പട്ട കുറച്ചിട്ടാൽ മതി കേട്ടോ, പട്ട കുത്തും. അതേപോലെ തന്നെ കുരുമുളക് പൊട്ടും ഭയങ്കരമായിട്ട്. കുരുമുളക് നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി. കുരുമുളക് പൊട്ടി കണ്ണിലേക്കൊക്കെ വീണാൽ ഭയങ്കര പണിയാണ്. പൊള്ളയും വേണം ഇരിയും വേണമെന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് കുരുമുളകൊക്കെ ഇട്ട ശേഷം ഞാൻ ആ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്താ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കണക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന അരിയുടെ ഒരു 1/2 ഇഞ്ച് മീതെ നിൽക്കണം വെള്ളം. പിന്നെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് നിന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള, അതായത് ദമ്മടിച്ചിട്ടുള്ളൊരു ചിക്കനല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ നമ്മൾ പണ്ടത്തെ ബിരിയാണിയൊക്കെ കണ്ടിട്ടില്ലേ, ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇവിടെ ട്യൂട്ടി ഫ്രൂട്ടിയൊന്നുമില്ല. ഞാൻ സാധാരണ നമ്മുടെ റൈസും ഈ കശുവണ്ടിയും കിസ്മിസൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടി വേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അവിടെ വഴണ്ട് വരാൻ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ കുക്കറിൽ നല്ല അസലായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേനും അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ജീരകശാല റൈസാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ആ 1 കപ്പ് തന്നെ കറക്റ്റ് അരിയും എനിക്കതിൽ പാകമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 ഇഞ്ച് മീതെ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാമല്ലോ, ചോറ് കാണാം എന്നാൽ കാണാൻ പറ്റില്ല, അങ്ങനെയാണ്. മുങ്ങിയാണോ മുങ്ങിയാണ്, മുങ്ങിയല്ലേ മുങ്ങിയല്ല, അങ്ങനെയാണ് കിടക്കുന്നത്. അതിലേക്ക്
കുരുവൊക്കെ മാറ്റിയിട്ട് ഒരു പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചിങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് വിസിലടച്ച് വയ്ക്കാം. ഞാനിതൊരു അരമണിക്കൂർ അല്ല ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്തി വെച്ചൊരു അരിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നേരം ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടു. പിന്നെ ഞാനത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി. അപ്പോഴേക്കും എന്താ ഇപ്പുറത്ത് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനത് ചോപ്പറിലാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചോപ്പറിലാണ് ചെയ്തത്. നന്നായിട്ട് നമുക്ക് നല്ല ഗ്രേവി കണക്കേ കിട്ടും. ബിരിയാണിയുടെ മസാല അടിപൊളിയായിരിക്കും. ഗ്രേവി കണക്കേ കിട്ടുമെന്ന് നല്ല ഇങ്ങനെ കുറുകുറായിരിക്കും. ആ ഗ്രേവി ആണല്ലോ, എന്തൊക്കെയാണ് പറയുന്നത്, കുറുകുറ ഇങ്ങനെ ഇരിക്കും. എന്നാൽ ഓവർ വെള്ളമല്ല, പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഞാൻ എന്താ അങ്ങനെ നമ്മുടെ മസാല അല്ലല്ലോടാ, സവാളയുടെ ആ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് അങ്ങനെ വഴട്ടിയെടുക്കണം. നമ്മൾ അതിന് വേണ്ടി മെനക്കിടണം കേട്ടോ. പച്ച ടേസ്റ്റോടു കൂടി നമ്മൾ പൊടി ഇട്ടാലും അതേപോലെ നമ്മളതിൽ തക്കാളി ഇട്ടാലും ആ സവാളയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറിയില്ലെങ്കിൽ കറി ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടങ്ങ് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകമല്ലടാ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൂട്ടി അങ്ങ് ആ പൊടി എല്ലായിടത്തും എത്തണം, നല്ല അസലായിട്ട് എത്തണം. അപ്പം ഞാൻ ചോപ്പറിൽ തന്നെയാണ് നമ്മുടെ തക്കാളിയും വലിച്ചെടുത്തത്, അതായത് അടിച്ചെടുത്തത്. അപ്പോൾ നല്ല അസൽ ഗ്രേവിയോടുകൂടി തന്നെ നമുക്ക് കിട്ടും. നല്ല പൊടിയായിട്ടിരിക്കുമല്ലോ. എന്നിട്ട് അതങ്ങടേക്ക് ഇടുക. അപ്പോഴേക്കും നമുക്ക് വീണ്ടും ഇതിലേക്കൊരു പച്ച ടേസ്റ്റാണ് തക്കാളി ഇടുമ്പോൾ വരുന്നത്. പിന്നെ ആ പച്ച ടേസ്റ്റ് മാറി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ആ പൊടിയും തക്കാളിയും സവാളയും എല്ലാം കൂടി അങ്ങ് മിക്സായിട്ട് കറക്റ്റ് ഒരു ഗ്രേവിയുടെ പരുവത്തിൽ വരണം. അപ്പോഴേ നമുക്ക് ആ ബിരിയാണിക്കൊരു ഗുമ്മുണ്ടാവുള്ളൂ. കണ്ട, നന്നായിട്ട് പയ്യെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അലുവയൊക്കെ വിട്ട് വരില്ലേ, അതുപോലെ ഇരിക്കും. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിക്കുമ്പോൾ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. നമ്മൾ ചിക്കനിൽ പുരട്ടുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം, പക്ഷെ നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. എന്തായാലും പൊട്ടിത്തെറിക്കും, വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ വറുത്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേവി നന്നായിട്ടിങ്ങനെ ഇളക്കി കൂട്ടി തത്തി പൊത്തി അവിടെ വയ്ക്കുക. അവിടെ ഇരുന്ന് അടച്ച് വെച്ച് നമുക്കൊരിച്ചിരി നേരം അത് വേവിക്കാം. ആ മസാലയൊക്കെ അതിലേക്ക് അങ്ങ് ഇറങ്ങട്ടെ. നല്ല ടേസ്റ്റിലുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ബിരിയാണിക്ക് നമ്പർ 1 ആണ്. ചപ്പാത്തിക്ക് ഇച്ചിരി ചാറൊക്കെ വേണം, പക്ഷേ ഇത് ബിരിയാണിക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പലരും ബിരിയാണി വെക്കാൻ മടിക്കുന്ന കാര്യം എന്താണെന്നോ, കറി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ചോറ് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഈ കാണിച്ച പണിയുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടും വേണ്ട, ധൈര്യമായിട്ട് ചെയ്തോ. പിന്നെ ഞാൻ ഫുഡ് കളറല്ല കേട്ടോ ഇത്, നമ്മുടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വെറുതെ 1 ടീസ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് വെറുതെ മേളിലൊന്ന് തളിച്ചു കൊടുത്തതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കളർ ഇരിപ്പുണ്ട്, ഫുഡ് കളറാണ് ഇടേണ്ടത്. പക്ഷേ എനിക്കിപ്പോൾ ഈ സമയത്ത് അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു കുത്തലോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. ബിരിയാണി അരിയുടെ ആ ഒരു മണമോ മസാലയുടെ മണമോ ഒക്കെ കൊണ്ട് ഇത് മഞ്ഞൾപ്പൊടിയാണെന്ന് തന്നെ നമ്മൾ അറിയില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും പുതിനയിലയും കൂടി ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല കലക്കനായിട്ട് നല്ല സൂപ്പറായിട്ട് റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടി അങ്ങ് ഒന്നിച്ചങ്ങ് അരിഞ്ഞിടാം. നിങ്ങൾക്ക് വല്ല കുത്തലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ ഇതിലേക്ക്. പക്ഷെ എനിക്കിപ്പോൾ ഇതിൽ കുത്തലൊന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല കറക്റ്റാണ്, സൂപ്പറായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ സാലഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയി. തല കഴുകിയില്ല, ഭയങ്കര തുമ്മലെന്ന് പറഞ്ഞാൽ നല്ല തുമ്മലുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ സന്ധ്യ ആയി ഇങ്ങനെ വരുമ്പോഴാണ് തുമ്മൽ. അപ്പോൾ പിള്ളേർ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മര്യാദരാമൻ സിനിമ കാണുകയാണ്. അപ്പം ഞാനും പോയി മേലൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കഴുകി വന്നു. അപ്പോൾ എനിക്ക് രാത്രി നൈറ്റ് ഇട്ട് കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഈ ടൈറ്റ് ഡ്രസ്സല്ല, എന്നാലും നമ്മുടെ കക്ഷമൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ടും പാൻറ്റൊക്കെ ഇട്ട് കിടന്നാലൊന്നും ഒരു സുഖമില്ല. നൈറ്റി ആകുമ്പോഴത്തേനും ഈ പ്രത്യേകിച്ച് ഈ വയറായി വന്ന ശേഷം നൈറ്റിയാണ് എനിക്കിഷ്ടം, നൈറ്റിയാണ് എനിക്ക് പ്രിയം. അപ്പോൾ ഞാൻ അങ്ങനെ നൈറ്റിയൊക്കെ എടുത്തിട്ടു. ഞങ്ങളങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പണ്ടത്തെയൊക്കെ കല്യാണ വീട്ടിലെ
ആ ഒരു ബിരിയാണി ചോറ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇടയ്ക്കൊരു മഞ്ഞ, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി. നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ നമ്മൾ ആ മേളിൽ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും കിസ്മിസൊക്കെ ഇടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു റെസിപ്പി? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെങ്കിൽ എന്തായാലും പറയണേ. പിന്നെ അതേപോലെ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, കാരണം നമ്മളോട് കുറവുകൾ എന്താണെന്ന് പറഞ്ഞാലല്ലേ നമുക്കത് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. ഞാൻ വോയിസ് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ എൻ്റെ എഡിറ്റിങ്ങിലോ അവതരണത്തിലോ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ പറയണം കേട്ടോ. പാചകത്തിലാണെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എനിക്കത് തിരുത്തി മുന്നോട്ട് പോകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കറിയാം ഒരുപാട് അപാകതകളുണ്ട്, ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി എന്തെങ്കിലും സജഷൻസ് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറഞ്ഞു തരികയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എന്താ വറുത്ത ചിക്കൻ നമ്മുടെ സവാളയും പിന്നെ കുറച്ച് കശുവണ്ടിയും കിസ്മിസൊക്കെ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ. പിള്ളേർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജോക്കൂട്ടിനത് ഉണ്ടാക്കുമ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. കഴിക്കാൻ അവന് വലിയ എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ മോൾക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവളുടെ ഒരു ടേസ്റ്റിനാണ് പ്രിഫറൻസ് കൊടുക്കുക. കാരണം ഇവന് ഇഷ്ടമാണ് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അവന് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു ടേസ്റ്റിലെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ പിടിക്കും. അല്ലാത്തത് ഇപ്പോൾ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് എൻ്റെ അന്നമോളാണ്. അപ്പോൾ അവൾക്കൊരിഷ്ടം അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുക. അവൾക്ക് ഇങ്ങനെ കുറേ മസാല കുഴച്ച് ഇങ്ങനെ തത്തിപ്പൊത്തിയൊക്കെ നമ്മൾ വെക്കില്ല. ആ ബിരിയാണി അല്ല, അവൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ അടിയിൽ ചിക്കൻ വെച്ചിട്ട് അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ പൊത്തി കുറേ ഗ്രേവി ഇട്ട് കുഴക്കാണ്ട് അതൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ അവനും വാരി കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ചടങ്ങാണ് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഞാൻ തിന്ന് തീർക്കേണ്ട കാര്യം ഇവനെ തീറ്റിച്ച് വരുമ്പോൾ തന്നെ 1 മണിക്കൂറാവും. അപ്പോൾ ഇവൻ വായിലേക്ക് വെക്കും, പക്ഷെ ആ വായിൽ വെച്ചത് ഇറക്കാൻ അവനൊരു 10 മിനിറ്റ് വേണം. അങ്ങനെ ഒരു 10 ഉരുളയാകുമ്പോഴത്തേനും എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ അവസ്ഥ മാത്രമല്ല, എല്ലാവരുടെ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ നമ്മുടെ ബാക്കി വന്ന കറികളൊക്കെ ചൂടാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പുറത്തേക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ കറികളൊക്കെ ചൂടാക്കി മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുക്കാം. കിച്ചണൊക്കെ ഒന്ന് തുടച്ച് പാത്രമൊക്കെ, ഇപ്പം എൻ്റെയും പിള്ളേരുടെയും പാത്രം മാത്രമേ ഉള്ളൂ. 100 കറികൾ എടുക്കാൻ 100 കറികളൊക്കെ എടുക്കാൻ പ്രത്യേകം പാത്രങ്ങളൊന്നും നമ്മൾ എടുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലേറ്റിൽ തന്നെയല്ലേ എല്ലാം അങ്ങ് എടുത്തത്. അപ്പോൾ അതെല്ലാം കുറച്ചുള്ളൂ. ചടപടിയെന്ന് പറഞ്ഞങ്ങ് കഴുകി. അപ്പോൾ ഞാനിവിടെ കഴുകുന്ന നേരം കൊണ്ട് അന്നമോള് നമ്മൾ കഴിച്ച സ്ഥലമൊക്കെ തൂത്ത് തുടച്ച് മെനയാക്കിയൊക്കെ വെക്കും. അവനെന്നെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ സഹായിക്കും കേട്ടോ. പപ്പ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങളിതും അതിജീവിക്കും. ഞാനിങ്ങനെ കളിയാക്കി പറഞ്ഞു, ഓഗസ്റ്റ് 2, 3 തീയതിയിൽ ഇവിടുത്തെ ജോർജ് കുട്ടി ധ്യാനത്തിന് പോയേക്കാന്ന്. ധ്യാനത്തിന് പോയ ആൾ ഇന്ന് വൈകുന്നേരം എത്തും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോവാണ്. ഇനി ഇവരെ കിടത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം ഇവർ കിടക്കും, ബാത്റൂമിൽ പോകണമെന്ന് പറയും, അയ്യോ പ്രാർത്ഥിച്ചില്ല അമ്മ എന്ന് പറയും, പിന്നെ എണീറ്റ് പോകും, വെള്ളം കുടിക്കണം അമ്മ. ഒരു 3 വട്ടമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണീറ്റ് പോവാണ്ട് ഞങ്ങൾ കിടക്കൂല. അപ്പോൾ ഇതെല്ലാം എനിക്കറിയാം, ഈ 10 മണിക്ക് അല്ലെങ്കിൽ 9:30 നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ 10:30 മണിയാവും. അങ്ങനെയാണ്. ഏട്ടനുണ്ടെങ്കിൽ പറയണ്ട, പിന്നെ വൈകും. അപ്പം ഞാൻ പയ്യെ പോയി ഇരുന്നു. കാരണം വയറ് നിറച്ചിങ്ങനെ കഴിച്ചതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നായിപ്പോയി. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ മരുന്ന് കഴിക്കാത്ത കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ രാവിലെ നമ്മുടെ ഫോളിക് ആസിഡ് അയണിൻ്റെ ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ ഒരെണ്ണം കൂടി കഴിക്കണം, ഒരു കാൽസ്യം ടാബ്ലറ്റും എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും എനിക്ക് ജോക്കുട്ടൻ ഗുളിക എടുത്ത് തന്നു. പക്ഷേ ഒരു ഗുളിക അവനറിയുള്ളൂ, ഒരു ഗുളിക അവനറിയില്ല. അപ്പോൾ അവൻ ഏതാണെന്ന് അവന് മനസ്സിലാവാഞ്ഞുകൊണ്ട് ആ ഗുളിക വെച്ചിട്ടുള്ള ചപ്പാട് അവനിങ്ങനെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോള് പിറ്റേ ദിവസം കാറ്റസം ക്ലാസ്സിൽ പോകാനായിട്ടുള്ള വചനമൊക്കെ എഴുതി വെക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിലാണല്ലോ എഴുതാനുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് എടുത്തു കൊടുത്തു. അപ്പോൾ അവളത് എഴുതിയിട്ട് വരാമ്മ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഗുളിക ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് അവൻ ആ ചെപ്പപ്പാടെ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ഗുളികയൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ എനിക്ക്. ഞാൻ പറഞ്ഞു ഇത്തിരി വെള്ളം എടുത്താൽ പോകും എന്നാന്ന് പറയുമ്പോഴത്തേനും അതിനെന്താ എന്നൊക്കെ പറഞ്ഞ് വേഗം എനിക്ക് വെള്ളമൊക്കെ എടുത്തിട്ടൊക്കെ വരും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ നല്ല ഭൂമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ.
അപ്പം ഞാൻ എന്താ കിടത്താനുള്ള തത്രപ്പാടിലാണ്. കണ്ടോ, ആ നേരത്ത് പടം വരയ്ക്കാൻ പോയി. ഇനി അവിടെ നിന്ന് നോക്കിക്കൊണ്ടുവന്ന് കിടത്തി കഴിയുമ്പോൾ മൂത്രമൊഴിക്കാൻ പോകും. അത് കഴിഞ്ഞ് പറയും വെള്ളം കുടിക്കണമെന്ന് പറയും. പിന്നെ പറയും ഞാൻ പ്രാർത്ഥിച്ചില്ല അമ്മ എന്ന് പറയും. അങ്ങനെയുള്ള അംഗങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ കിടക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പേടിയുണ്ട്, പക്ഷേ എന്നാലും ഗേറ്റൊക്കെ പൂട്ടി ബന്ധസ്സുമാക്കി നമ്മൾ ഫ്രണ്ടിൽ ഡോറൊക്കെ മേളിലും താഴെയൊക്കെ കുറ്റിയിട്ട് 2 കസേരയൊക്കെ അവിടെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടാണ് സെറ്റ് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട് പകുതി. പിന്നെ കസേരയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ. ഇവിടെ പേടിക്കാനൊന്നുമില്ല. ചുറ്റിനും ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിളിക്ക് തന്നെ ചുറ്റും അയൽപക്കത്തെ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പേടിക്കാറില്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെ ആരോടും പറയില്ല. പറയുമ്പോഴാണല്ലോ പേടിക്കണ്ടേ. ആളുണ്ടെന്നുള്ള ധാരണയെ തന്നെ ഇരുന്നോളും. അപ്പോൾ അത് അങ്ങനെ. എനിക്ക് ഏറ്റവും പേടി ഈ പട്ടിയുടെ കുറയാണ് രാത്രി. മറ്റേ ഓളിടൂലോ ഓ എന്നൊക്കെ പറഞ്ഞ് പ്രേതം വന്ന പോലത്തേക്കാ. അയ്യോ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കത് ഭയങ്കര പേടിയാണ് ആ സാധനം. ഞാൻ ആദ്യം കർത്താവേ പട്ടിയൊന്നും ഓളിയിട്ട് എന്നെ പേടിപ്പിക്കില്ല എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ജോക്കുട്ടനിങ്ങനെ പപ്പയില്ലാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ അവനുണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.